ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC വൈബ്. PSC വൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. 2023 ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ട് 2 കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നതിൻ്റെ ബാക്കി പാർട്ടാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സോട് കൂടി 2023 ജൂലൈ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2022 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടിയാണ്. 2022 അവാർഡ് കൊടുക്കുന്നത് 2023 അപ്പോൾ 2022 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടൻ മമ്മൂട്ടി. നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. 2022 പുരസ്കാരം 53ാമത്തേതാണ്. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടൻ മമ്മൂട്ടി, നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിലെ അഭിനയത്തിന്. ഇനി മികച്ച നടി വിൻസി അലോഷ്യസ് ആണ്. മികച്ച നടി വിൻസി അലോഷ്യസ് രേഖ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഇനി മികച്ച ചിത്രം 2022 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് നൻപകൽ നേരത്ത് മയക്കം തന്നെയാണ്. അതിൻ്റെ സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരിയാണ്. ഓക്കെ, അപ്പോൾ മികച്ച ചിത്രം നൻപകൽ നേരത്ത് മയക്കം, സംവിധാനം ലിജോ ജോസ് പല്ലിശ്ശേരി. ഇനി മികച്ച സംവിധായകൻ മഹേഷ് നാരായണനാണ്. അദ്ദേഹത്തിൻ്റെ അറിയിപ്പ് എന്ന ചിത്രത്തിനാണ് അവാർഡ് കിട്ടിയത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. 2022 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടൻ മമ്മൂട്ടി, നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിന്. മികച്ച നടി വിൻസി അലോഷ്യസ് രേഖ എന്ന ചിത്രത്തിന്. മികച്ച ചിത്രം നൻപകൽ നേരത്ത് മയക്കം, സംവിധാനം ലിജോ ജോസ് പല്ലിശ്ശേരി. മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ, അറിയിപ്പ് എന്ന ചിത്രത്തിന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സമൂഹ മാധ്യമമായ ട്വിറ്ററിൻ്റെ പുതിയ പേര്. സമൂഹ മാധ്യമമായ ട്വിറ്ററിൻ്റെ പുതിയ പേര് എക്സ് എന്നാണ്. സമൂഹ മാധ്യമമായ ട്വിറ്ററിൻ്റെ പുതിയ പേര് എക്സ്. ഇനി ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 11. ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 11. PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇനി ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും ഇൻ്റർനെറ്റ് എത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേര്. ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും ഇൻ്റർനെറ്റ് എത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേര് ഭാരത് നെറ്റ് എന്നാണ്. ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും ഇൻ്റർനെറ്റ് എത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേര് ഭാരത് നെറ്റ്. ഓക്കെ, അടുത്തത്, വേൾഡ് കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസി വികസിപ്പിച്ചത് ആര്? വേൾഡ് കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസി വികസിപ്പിച്ചത് ആര്? ഉത്തരം സാം ആൾട്ട്മാൻ ആണ്. സാം ആൾട്ട്മാൻ ആണ് വേൾഡ് കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസി വികസിപ്പിച്ചത്. സാം ആൾട്ട്മാൻ നമുക്കറിയാം, ChatGPT എന്ന AI ചാറ്റ് ബോട്ടൊക്കെ വികസിപ്പിച്ച ആളാണ് സാം ആൾട്ട്മാൻ. ഓക്കെ, അപ്പോൾ വേൾഡ് കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസി വികസിപ്പിച്ചത് സാം ആൾട്ട്മാൻ. ഓക്കെ, അടുത്തത്, ഓപ്പൺ ഹൈമർ എന്ന ഹോളിവുഡ് സിനിമയുടെ സംവിധായകൻ. ഓപ്പൺ ഹൈമർ എന്ന ഹോളിവുഡ് സിനിമയുടെ സംവിധായകൻ ക്രിസ്റ്റഫർ നോളനാണ്. ഓപ്പൺ ഹൈമർ എന്ന ഹോളിവുഡ് സിനിമയുടെ സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. അടുത്തത്, അനസൂയ ഉയികെ ഏത് സംസ്ഥാനത്തെ ഗവർണറാണ്? അനസൂയ ഉയികെ ഏത് സംസ്ഥാനത്തെ ഗവർണറാണ്? ഉത്തരം മണിപ്പൂരിൻ്റെ. അനസൂയ ഉയികെ ഏത് സംസ്ഥാനത്തെ ഗവർണറാണ്? മണിപ്പൂരിലെ ഗവർണറാണ് അനസൂയ ഉയികെ. ഓക്കെ, ഒന്നുകൂടി നോക്കാം. വേൾഡ് കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസി വികസിപ്പിച്ചത് സാം ആൾട്ട്മാൻ ആണ്. ഓപ്പൺ ഹൈമർ എന്ന ഹോളിവുഡ് സിനിമയുടെ സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. അനസൂയ ഉയികെ ഏത് സംസ്ഥാനത്തെ ഗവർണറാണ്? ഉത്തരം മണിപ്പൂർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര സർക്കാർ ആരംഭിച്ച നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്ത്? കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആർട്ടിഫിഷ്യൽ പ്ലാറ്റ്ഫോം AI പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് ഭാഷിണി. കേന്ദ്ര സർക്കാർ ആരംഭിച്ച നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമിൻ്റെ പേര് ഭാഷിണി. അടുത്തത്, 2023 ജൂലൈയിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരെന്ത്? 2023 ജൂലൈയിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരാണ് കാലം സാക്ഷി. കാലം സാക്ഷി ആരുടെ ആത്മകഥയാണ്? മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരാണ് കാലം സാക്ഷി. ഇനി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൻ്റെ പേര് തുറന്നിട്ട വാതിലാണ്. ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2023 ജൂലൈയിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേര് കാലം സാക്ഷി. ജീവചരിത്രത്തിൻ്റെ പേര് തുറന്നിട്ട വാതിലാണ്. അത് എഴുതിയത് PT ചാക്കോയാണ്. ഓക്കെ, ജീവചരിത്രം തുറന്നിട്ട വാതിൽ. ഓക്കെ, അടുത്തത്, 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ മികച്ച നോവലായിട്ട് തിരഞ്ഞെടുത്തത് V ഷിനിലാലിൻ്റെ സമ്പർക്ക ക്രാന്തിക്കാണ്. 2022 അവാർഡ് കൊടുക്കുന്നത് 2023.
2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം മികച്ച നോവൽ വി ഷിനിലാലിനാണ് കിട്ടിയത്, സമ്പർക്കക്രാന്തി എന്ന നോവലിന്. ഓക്കെ, ഇനി മികച്ച ചെറുകഥ മുഴക്കമാണ്. മികച്ച ചെറുകഥ മുഴക്കം PF മാത്യൂസിൻ്റെ. ഓക്കെ, മികച്ച ചെറുകഥ മുഴക്കമാണ് PF മാത്യൂസിൻ്റെതാണ്. ഇനി മികച്ച കവിത കടലാസുവിദ്യയാണ്. മികച്ച കവിത കടലാസുവിദ്യ NG ഉണ്ണികൃഷ്ണൻ്റെതാണ്. ഓക്കെ, അപ്പോൾ 2022 കേരള സാഹിത്യ അക്കാദമിയിലെ പുരസ്കാരത്തിൽ മികച്ച നോവൽ വി ഷിനിലാലിൻ്റെ സമ്പർക്കക്രാന്തി, മികച്ച ചെറുകഥ മുഴക്കം PF മാത്യൂസിൻ്റെതാണ്, മികച്ച കവിത കടലാസുവിദ്യ NG ഉണ്ണികൃഷ്ണൻ്റെതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ KR മീരയുടെ നോവൽ. അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ KR മീരയുടെ നോവലാണ് ഘാതകൻ. ഘാതകൻ, അത് പരിഭാഷക J ദേവികയാണ്. അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ KR മീരയുടെ നോവലാണ് ഘാതകൻ, പരിഭാഷക J ദേവിക. അടുത്തത് 2023 നീതി ആയോഗ് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല എറണാകുളമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 2023 നീതി ആയോഗ് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല എറണാകുളമാണ്. ഓക്കെ, ഒന്നുകൂടി നോക്കാം. അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ KR മീരയുടെ നോവലാണ് ഘാതകൻ, പരിഭാഷക J ദേവികയാണ്. 2023 നീതി ആയോഗ് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല എറണാകുളം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ 2023 ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഉടനെ തന്നെ കാണാം. പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.